ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്രിയേറ്റീവ് വിത്ത് മേഘ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യമ്മി ഹോം മെയ്ഡ് ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും, എന്നാൽ പിള്ളേർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ റയാൻകുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. അപ്പോൾ ഞാൻ ഇതേപോലെ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സാധാരണ പുറത്തുനിന്ന് വാങ്ങാറുണ്ട്, പക്ഷെ അത് എന്നും വാങ്ങിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 500 ml പാലാണ് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാത്രം മതി. കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീറ്റ് യൂസ് ചെയ്യാം. ഒരു തരത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല വീറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട്, കാരണം നമുക്ക് 2 ടേബിൾ സ്പൂൺ വീറ്റ് പൗഡർ മതി. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കോൺഫ്ലവർ അതാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ പാൽ ഒഴിക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഷുഗർ ചേർക്കുകയാണ്. ഞാൻ ഏകദേശം 10 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്തത്. പക്ഷേ അത് കുറവാണ്. ഞങ്ങൾക്ക് പിന്നെ റയാനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അധികം പഞ്ചസാര ഇടാം, അത് നമ്മൾ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ. നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചപ്പാൽ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതായത് ഇതിലേക്ക് ചേർക്കുമ്പോൾ കട്ട കുത്തി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ പാൽ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. തിളയ്ക്കൊന്നും വേണ്ട, അതിനേക്കാളും മുന്നേ തന്നെ നമുക്ക് ഈ കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. അതിൻ്റെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും, അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ ഉണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി തിക്കാവണം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സാധാരണ ഈ പിള്ളേർക്കൊക്കെ കുറുക്ക് കൊടുക്കണം കണ്ടിട്ടില്ലേ, അപ്പോൾ ആ ഒരു പെരുവം പോലെ ആവും കേട്ടോ. കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അത് മാറ്റി വയ്ക്കാം. അതിനി തണുക്കാൻ വെക്കണം. അപ്പോൾ അത് ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. അൺസാൾട്ട് ബട്ടറാണ് കേട്ടോ എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടർ, അത് അങ്ങനെ വലിയ അളവൊന്നുമില്ല, ഞാൻ കുറച്ച് ബട്ടർ അങ്ങനെ എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റിനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ. അപ്പോൾ ഏകദേശം ഈ പരുവാവും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ മിക്സ്, അതായത് മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ നമ്മൾ കുറുക്കി വെച്ചത്, അപ്പോൾ ഏകദേശം അത് നന്നായി തണുക്കണം കേട്ടോ. അപ്പോൾ അത് തണുത്തിട്ട് ഇതും അതേപോലെ തന്നെ നമ്മളുടെ ബട്ടർ, സോഫ്റ്റൻ ചെയ്ത ബട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഈ പരുവായി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത് അടച്ച് വെച്ച് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാനത് തുറക്കുള്ളൂ. അപ്പോൾ കണ്ടോ, ഇതേപോലെ നല്ല ശരിക്കും ഐസ്ക്രീം പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഐസ്ക്രീമിൻ്റെ പോലെ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീറ്റ് വെച്ചിട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് യാതൊരു വീറ്റിൻ്റെ ടേസ്റ്റോ ഒന്നും ഉണ്ടാകത്തില്ല. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.